ഹായ് മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ സിറ്റ് ഔട്ടിലിരിക്കുന്ന ആദ്യം വെച്ചിരിക്കുന്നത് മുമ്പേ ഉള്ള ഇത് ഞാനിപ്പോൾ നട്ടുവെച്ച ചെടിയാണ്. ഇതും ഞാനിപ്പോൾ നട്ടതാണ്. ഇതൊക്കെ ഇപ്പം നട്ട കൊല്ലത്തുനിന്ന് ഞാൻ കൊണ്ടുവന്ന് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പുതിയതായിട്ട് നട്ടുവെച്ചിരിക്കുന്ന ചെടികളാണ് അതെല്ലാം. അതുകൊണ്ടാണ് അതെല്ലാം തണലത്ത് വെച്ചിരിക്കുന്നത്. ആയിരിക്കുന്ന എല്ലാം ഇതെല്ലാം മുമ്പേ ഇരുന്ന ചെടികളാണ്. ഇതൊന്ന് കണ്ടോ, ഇന്നത്തെ വെയിലത്ത് ഞാൻ അകത്തെടുത്ത് വെച്ചെങ്കിലും വെയിലടിക്കുമ്പോൾ ഭയങ്കര വെയിലാണ്. ഈ ഒരു ജാതി ചെടി തന്നെ ഒരു 3-4 എണ്ണത്തിലേക്ക് ഞങ്ങൾ മാറ്റി. ഇത് ശംഖുപുഷ്പമാണ്. ശംഖുപുഷ്പം വളർന്ന് ഞാൻ അരി കൊണ്ടിട്ടതാണ്. ആ ശംഖുപുഷ്പം വളർന്ന് ഇങ്ങനെ പൊക്കത്തിൽ വന്ന് അതിൽ ഡെയിലി ഒരു 3-4 പൂവൊക്കെ കാണും. ഇതെല്ലാം വളർന്ന് നല്ല ഭംഗിയെന്ന് നോക്കിയേ, നല്ല ഭംഗിയാണ് കേട്ടോ. അതിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ്. ആ വീടിൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് നല്ല രസമാണ്. അതങ്ങ് വളർന്ന് നല്ല ഒരിതായി ഭംഗി. ഇതൊക്കെ മറ്റേ ചെടിച്ചട്ടിയിൽ നിൽക്കുന്നതാണ്. അതിൻ്റെ ആ ഒരു ഭംഗിയാണ് അതിൻ്റെ. ഇതൊക്കെ ഞങ്ങൾ അവിടോട്ടെടുത്ത് വെച്ചതാണ്. കണ്ടോ, ഇത് മറ്റേ നമുക്കുള്ള ആ എണ്ണ കാച്ചുന്ന അതേത് കണ്ടോ, അതെല്ലാം ഇതിപ്പുറത്ത് നമ്മൾ അത് നിൽക്കുന്നതാണ്. ഇതിൽ ഇന്നും 3-4 പൂവുണ്ടായിരുന്നു. നീല ഇതാണ് നീലപ്പൂ. ഇത് നമുക്ക് വീട്ടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴത്തേക്ക് അതിന് നമ്മളെ വീട്ടിൽ നല്ല ഐശ്വര്യമാണെന്നാണ് പറയുന്നത്. ശംഖുപുഷ്പം, നീല ശംഖുപുഷ്പം അത് നല്ലൊരിതാണെന്നാണ് പറയുന്നത്. ഇതെല്ലാം നമുക്ക് ഇത് നമ്മളെ ബേക്കിൽ മക്കൾ നട്ടു വെച്ചിട്ട് പോയെന്ന് ഒരു ചെടിച്ചട്ടിയും ഇതും കൂടെ ഞാൻ എടുത്തുകൊണ്ട് വന്ന് എൻ്റെ അതിൻ്റെ ആ വെയിറ്റ് ആ അപ്പം ഇവിടെ കൊണ്ടുവന്നപ്പോൾ വെയിലായതുകൊണ്ട് ഞാനിഞ്ഞ് തണലത്തേക്ക് മാറ്റി വെച്ചതാണ്. പട്ട് പോകുന്നെങ്കിലാന്നും പറഞ്ഞ്. പിന്നെ ഇവിടെ എല്ലാം നിൽക്കുന്നതെല്ലാം കൃഷ്ണ തുളസികളാണ്. ആ കൃഷ്ണ തുളസികൾ. പിന്നെ അവിടെ ആ 6 മാസം പോത്ത് നല്ലൊരു കൊലപ്പൂ നിൽപ്പുണ്ട്. ഞാനത് പിടിക്കാൻ മറന്നുപോയി. നമ്മുടെ വാഴക്കൊലകളെല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നാൾ ഞാൻ കാണിച്ചല്ലോ. ഇപ്പം അതൊക്കെ ഒന്ന് ഏത് പരുവായെന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ആദ്യത്തെ കുല ഏകദേശം വിളഞ്ഞിട്ടുണ്ട്. ഇത് രണ്ടാമത്തെ കുല, അതും 1/4 വിളവായി നിൽക്കുകയാണ്. 1/4 വിളവായിട്ടുണ്ട്. അതായത് കുറ്റിമുളവാണ്, കുറ്റിക്കുരുമുളവാണ്. നമുക്ക് അതിൽ എഴുതി കൊടുത്ത് നമുക്ക് കിട്ടിയതാണ്. ഗ്രാമസഭയിൽ പോയി പഞ്ചായത്തിൽ നമുക്ക് എഴുതി കൊടുത്ത് നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ്. പൈസ അടച്ച് 4 ചെടിച്ചട്ടിയും കുരുമുളകും കൂടെ കിട്ടി. പക്ഷേ നമുക്ക് 250 രൂപയും അടച്ച് പോയി കൊണ്ടുവരികയും വേണമായിരുന്നു. അത് 3-ാമത്തെ കൊല. അത് ഇപ്പോൾ വീണതേ ഉള്ളൂ. അതിൽ കൂമ്പൊടിച്ചിട്ടില്ല. എന്തായാലും നമ്മൾ കന്ന് വെച്ചിട്ട് നമുക്ക് ആ മഴയുടെ ആ ഒരു നല്ല ഒരു ഇതൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് എല്ലാ വാഴയും ഇതെല്ലാം കോവയാണ്. കോവ പടന്ന് കയറി നല്ലതുപോലെ പടത്തി 4-ാമത്തെ കൊല നിൽക്കുന്നുണ്ട്. കണ്ടോ, 2 കൊല നമ്മൾ പഴിപ്പിച്ചു, 1 കൊല കൊടുത്തു. നമ്മൾ കൊടുത്ത കൊല തന്നെ നല്ല കൊലയായിരുന്നു. പക്ഷേ ഏത്തക്കൊലയ്ക്ക് ഇപ്പം വിലക്കുറവാണ്. എന്ത് ചെയ്യാം, അതാണ്. 5-ാമത്തെ കൊല കണ്ടോ, 5-ാമത്തെ കൊലയാണ്. ഇനി 1 കൊലയും കൂടി ഉണ്ട്. 6-ാമത്തത് കണ്ടോ. 6 കൊലയും ഇവിടെ നിൽപ്പുണ്ട്. എല്ലാം നല്ല കൊലയാണ്. കുഞ്ഞു കൊലയെല്ലാം എല്ലാം നല്ല കൊലയായിരുന്നു. നമ്മൾ കൊടുത്തതും നല്ല കൊലയായിരുന്നു. പപ്പായ. ഇതിന് പച്ചക്കറി മേടിച്ച് കഴിക്കുന്നതിനേക്കാളും നമുക്ക് ഇതിൽ നിന്നൊരു പപ്പായ പറിച്ച് വിഴുക്കോ തോരനോ അതിൻ്റെ അപ്പുറത്തൊരു പപ്പായ, അങ്ങനെയൊക്കെ തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. എന്നും ഇപ്പം മലക്കറി മേടിച്ച് ഇപ്പോൾ സാമ്പാർ എങ്ങനെയൊക്കെ വയ്ക്കുന്നെങ്കിൽ മാത്രം ഒത്തിരി പച്ചക്കറിയൊക്കെ മേടിച്ച് ഇതാക്കിയാൽ മതി. നമുക്കല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് കറി വയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഈ കൊലകളെ എല്ലാത്തിൻ്റെയും കൂമ്പടിച്ച് നമ്മൾ തോരൻ വെച്ചു. പിന്നെ വാഴത്തട. ഇത് എണ്ണം മേടിച്ച് വെച്ചൊരു 3 വർഷം ആകുമ്പോൾ കായ്ക്കുന്ന ഒരു പ്ലാവാണ്. ഇത് 3-ാം വർഷം ആയി. ഇതുവരെ ഇതും അനങ്ങാതെ നിൽക്കുകയാണ്. 3-ാം വർഷം കായ്ക്കുമെന്നും പറഞ്ഞൊക്കെ നല്ല ഒരു ഇതിൽ വളർന്ന് നിൽക്കുകയാണ്. പിന്നെ ശീമനെല്ലി ഇഷ്ടം പോലെ പിടിച്ച് നിൽപ്പുണ്ട്. നമ്മുടെ കറ്റാഴപ്പോള അതിൻ്റെ കനം കാരണം അതങ്ങ് ചരിഞ്ഞ് കിടക്കുകയാണ്. എണ്ണ കാച്ചാനൊക്കെ നല്ല സൂപ്പർ കറ്റാഴപ്പോള നല്ല പരുവത്തിന് നിൽക്കുകയാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ട് വേറൊരിടത്തിൽ നിൽപ്പുണ്ട്. അതും നമ്മുടെ പപ്പായയാണ്. നമുക്ക് പപ്പായ അറ്ററ്റ് പോയപ്പോൾ എല്ലാം അങ്ങ് പോയായിരുന്നു. ഇപ്പം 3 മൂട് പപ്പായ. നമ്മളെ ചട്ടമ്പി കോഴികൾ 3 എണ്ണം മുട്ടയിടും. താനെ അതങ്ങ് കൊത്തി കുടിക്കും. ഇത് ഒരു ചട്ടിയിൽ ഒരെണ്ണം നിന്ന് അതിലൊരെണ്ണം പൊട്ടിക്കിളിച്ചു. അപ്പോൾ ഞാനത് ഇത്തിരി വലുതായപ്പോൾ അടുത്ത ചെടിച്ചട്ടിയിലേക്ക് അത് മാറ്റി. അപ്പം 2 ചെടിച്ചട്ടിയിലായി. ഇതും അടുത്തത്. അതൊക്കെ മക്കളെ നട്ടു വെച്ചിട്ട് പോയതാണ്. ഇത് ഞാൻ കൊല്ലത്തുനിന്ന് ചേച്ചിയുടെ അവിടെ നിന്ന് കൊണ്ടുവന്ന മണി പ്ലാന്റ് 2-3 ജാതി ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെച്ചിരിക്കുകയാണ്. അത് പൊടിച്ച് വരുന്നുണ്ട്.
നീ കണ്ടോ, അത് ഞാനൊരു കുപ്പിയിലിട്ട് മേശപ്പുറത്ത് വെച്ചിരിക്കുകയാണ്. അത് പൊടിച്ചിങ്ങനെ കയറി വരുന്നുണ്ട്. 2 ജാതി മണി പ്ലാന്റാണ്, 2-3 ജാതിയുണ്ട്. ഇത് മക്കളൊക്കെ ഇത് അവർ പോയപ്പം നട്ടു വെച്ചിട്ട് പോയ ചെടികളാണ്. നീ കണ്ടോ, ഇതെല്ലാം അതങ്ങ് ഇഷ്ടം പോലെ 4 വശവും പടർന്ന് ഇതായിട്ടുണ്ട്. ഇത് മണി പ്ലാന്റ്, ഇത് വളർന്ന് കയറാം. ഇതിൻ്റെ കൂടെ ഞാൻ ഒത്തിരി മണി പ്ലാന്റും കൂടി അതിൻ്റെ ഇടയ്ക്ക് കൂടെ കൊണ്ടുവന്ന് നട്ടിട്ടുണ്ട്. ഇപ്പം ഇത് നമ്മുടെ മുമ്പേ ഇരുന്ന ചെടികൾ അത് പൊക്കത്തിനായിട്ടുണ്ട്, നല്ല ഒരു വളർച്ചയ്ക്കായി. ഇതുപോലെ തന്നെ ഇതിൽ നിന്ന് വെളിയിലും ഒരെണ്ണം ഇരിപ്പുണ്ട്. അതൊക്കെ നല്ല ഒരു ഇതായി വന്നിട്ടുണ്ട്. ഇതൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ചെടിയുടെ വിശേഷങ്ങൾ. പിന്നെ ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീട്ടിലെ കൊച്ചു കൊച്ചു കൃഷിയുടെയും ചെടിയുടെയും ഒക്കെ വിശേഷങ്ങൾ. പിന്നെ ഓരോന്നും പൊട്ടിക്കിളിച്ച് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പൊട്ടിക്കിളിച്ച് ഇത്തിക്കൂടെയൊക്കെ ഒന്ന് വലുതായി വരുമ്പം നമുക്കതും വീണ്ടും അടുത്തതിലേക്ക് മാറ്റി ചെടികൾ, അപ്പോൾ നമുക്ക് ഒത്തിരി ചെടികളങ്ങാവും. പിന്നെ ആ പരിസരത്തെല്ലാം നമുക്ക് കൃഷ്ണ തുളസി കൊണ്ടങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഓണത്തിന് ഇതായി വരുന്ന ഒരു 6 മാസം നല്ലതുപോലെ അങ്ങനെ പൂത്ത് ഇതായി നിൽക്കുകയാണ്. സാധാരണ നമുക്ക് ഓണത്തിനാണ് സാധാരണ 6 മാസമൊക്കെ പണ്ടൊക്കെ കിട്ടുന്നത്. ഇപ്പോൾ ഒരു 6 മാസം ഇങ്ങനെ പൂത്ത് അവിടെ നിൽപ്പുണ്ട്. പിന്നെ കൃഷ്ണ തുളസി എന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കുന്നിടത്തല്ല. അപ്പം ഞാൻ കൃഷ്ണ തുളസി ആയതുകൊണ്ട് നമുക്ക് പുഴുത് കളയാനുള്ളൊരു മനസ്സ് വരില്ല. കാര്യമെന്ന് പറഞ്ഞാൽ കൃഷ്ണ തുളസി നിന്നാൽ നമുക്ക് വീട്ടിൻ്റെ ആ പരിസരത്തൊന്നും ഊരണ വരില്ല എന്നുള്ളൊരു ചിതുണ്ട്. അതിൻ്റെ ആ ഒരു ഇത് കിടക്കുമ്പോൾ നമുക്ക് വീട്ടിനായാലും എപ്പോഴും നല്ലതാണ്. അതുകൊണ്ട് ഞാനങ്ങനെ പുഴുത് കളയാറില്ല. എന്നാലും അങ്ങ് അപ്പുറത്തോട്ടൊക്കെ തോന്നി അങ്ങ് നിൽക്കുമ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്നൊക്കെ കുറച്ച് പൊടിച്ചൊക്കെ കളയാറുണ്ട്. അപ്പം എൻ്റെ ചെടിയുടെയും നമ്മുടെ വീട്ടിൻ്റെ പരിസരത്തെ ചെറിയ ചെറിയ കൃഷികളുടെയും ഒക്കെ ഒരു കുഞ്ഞു വീഡിയോയാണ് ഞാനിന്ന് പിടിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഓലെന്നുള്ള ഓപ്ഷൻ എന്ന് അമർത്തി വെച്ചിരുന്നാൽ ഞാനിടുന്ന ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴപ്പോഴേ കിട്ടും. ചേച്ചിയുടെ വീഡിയോ വരുന്നില്ലല്ലോ ചേച്ചി വീഡിയോ ഒന്നും ഇടുന്നില്ല എന്നോട് ഒത്തിരി പേര് ചോദിക്കും, കാണുമ്പോഴൊക്കെ ചോദിക്കാറുണ്ട്. ഇപ്പം വീഡിയോ ഇടുന്നില്ലേ ചേച്ചി. അത് നിങ്ങൾ ആ ബെല്ലൈക്കൻ ഒന്ന് അമർത്തി വെച്ചിരുന്നാൽ മതി വീഡിയോ വരുമ്പോഴത്തേക്ക്. അതുകൊണ്ടാണ് വീഡിയോ വരാതെ നിങ്ങൾ ഇതിൻ്റെ ഇത് കിട്ടാത്തത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ.